സ്തോത്രം. രാത്രികാല ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ദൈവം പകുതിയാവുന്നു. കാലിയ പർവ്വത്തിൽ നിന്നെല്ലാം നമ്മളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, സൂക്ഷന്മാർ, എല്ലാ വിശുദ്ധന്മാർ, നമ്മുടെ കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിക്കാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഫലമാസിറ്റിൽ നിന്നും ഗാനമായിരിക്കും ക്ഷണിക്കും. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ സ്ഥലത്ത് കടന്നു വരുവാനും പാടുവാനും ദൈവം തന്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പാടുന്ന പാട്ട് നമ്മുടെ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ആ ഒരു പഴയ പാട്ട് പാടി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്നെ തന്നെ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കും. ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിലെന്നു വരും. ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിലെന്നു വരും. കാത്തിരിക്കുന്നേ ഞാൻ തേജസ്സേറും മുഖം കാൺമാൻ. കാത്തിരിക്കുന്നേ ഞാൻ തേജസ്സേറും മുഖം കാൺമാൻ. പ്രിയൻ കൂടെന്നും വാണിടുവാൻ യുഗയുഗങ്ങളായി ആനന്ദിപ്പാൻ. പ്രിയൻ കൂടെന്നും വാണിടുവാൻ യുഗയുഗങ്ങളായി ആനന്ദിപ്പാൻ. ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിലെന്നു വരും. ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിലെന്നു വരും. ഈ ലോകം പകച്ചിടുമ്പോൾ നാഥന്മാരിൽ ഞാൻ ചാരിയിടുമേ. ഈ ലോകം പകച്ചിടുമ്പോൾ നാഥന്മാരിൽ ഞാൻ ചാരിയിടുമേ. ആശ്വസിപ്പിക്കും പ്രാണനാഥൻ തൃക്കരത്താൽ താൻ എന്നെ താങ്ങും. ആശ്വസിപ്പിക്കും പ്രാണനാഥൻ തൃക്കരത്താൽ താൻ എന്നെ താങ്ങും. ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിലെന്നു വരും. ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിലെന്നു വരും. കൂടാരമാം ഭവനം വിട്ടൊഴിഞ്ഞാലേതുമില്ല. കൂടാരമാം ഭവനം വിട്ടൊഴിഞ്ഞാലേതുമില്ല. സ്വർപ്പുരിയിലെ വാസമോർത്താൽ പാരിൽ ദുഃഖങ്ങൾ സാരമില്ല. സ്വർപ്പുരിയിലെ വാസമോർത്താൽ പാരിൽ ദുഃഖങ്ങൾ സാരമില്ല. ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിലെന്നു വരും. ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിലെന്നു വരും. കാഹളങ്ങൾ മുഴങ്ങിടുമേ, ദൂതർ വീണകൾ മീട്ടിടുമേ. കാഹളങ്ങൾ മുഴങ്ങിടുമേ, ദൂതർ വീണകൾ മീട്ടിടുമേ. നാഥൻ മേഘത്തിൽ വെളിപ്പെടുമേ. വേഗം ഒരുങ്ങിടാം സോദരരേ,
നാഥൻ മേഘത്തിൽ വെളിപ്പെടുമേ. വേഗം ഒരുങ്ങിടാം സോദരരേ, ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിലെന്നു വരും. ഇസ്രായേലിൻ ദൈവമേ നീ മേഘത്തേരിലെന്നു വരും. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനം ആലപിക്കുവാൻ കർത്താവിന്റെ ദൈവം സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നല്ല സ്വരവും നല്ല ശബ്ദവും നമ്മുടെ കർത്താവ് കൊടുത്തിരിക്കുന്ന കർത്താവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സൃഷ്ടിക്കായി കർത്താവിന് വിലപ്പെട്ട ദാസൻ ഭാഷ ജോൺ വർഗീസിനെ ഒക്കലോമ സിറ്റിയിൽ നിന്ന് ആദരവോടും സ്നേഹത്തോടും കൂടെ പകലിലേക്ക് ക്ഷണിക്കും. താങ്ക് യു പാസ്റ്റർ. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്ധ്യയെങ്കിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ വചന പഠനം നമുക്കേവർക്കും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കാരണമാക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ നമ്മളേവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്തോത്രം. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. എഹെസ്കേൽ പ്രവചനം 39 അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ, 22 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാൻ സഹായിക്കാം. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 1/6 ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്തു നിന്നും പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. നിന്റെ ഇടങ്കൈയിൽ നിന്ന് ഞാൻ നിന്റെ വില്ല് തെറിപ്പിച്ച് വലങ്കൈയിൽ നിന്ന് നിന്റെ അമ്പ് വീഴിക്കും. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും. ഞാൻ നിന്റെ കഴുകു മുതലായ പറവയ്ക്കൊക്കെയും കാട്ടുമൃഗത്തിനും ഇരയായി കൊടുക്കും. നീ വെളിമ്പ്രദേശത്ത് വീഴും. ഞാനല്ലോ അത് കൽപ്പിച്ചിരിക്കുന്നതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. മാഗോഗിലും തീരപ്രദേശങ്ങളിൽ നിർഭയം വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ തീ അയക്കും. ഞാൻ യഹോവ എന്ന് അവരറിയും. ഇങ്ങനെ ഞാൻ എന്റെ വിശുദ്ധനാമം ഒരു ജനമായ ഇസ്രായേലിന്റെ നടുവിൽ വെളിപ്പെടുത്തും. ഇനി എന്റെ വിശുദ്ധനാമം അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കയില്ല. ഞാൻ ഇസ്രായേലിൽ പരിശുദ്ധനായ യഹോവയാകുന്നു എന്ന് ജാതികൾ അറിയും. ഇതാ അത് വരുന്നു, അത് സംഭവിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം. ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി, കുന്തം മുതലായ ആയുധങ്ങളെ എടുത്ത് തീ കത്തിക്കും. അവർ അവയെ കൊണ്ട് 7 സംവത്സരം തീ കത്തിക്കും. പറമ്പിൽ നിന്ന് വിറകു പെറുക്കുകയോ കാട്ടിൽ നിന്ന് ഒന്നും വെട്ടുകയോ ചെയ്യാതെ ആയുധങ്ങളെ തന്നെ അവർ കത്തിക്കും. തങ്ങളെ കൊള്ളയിട്ടവരെ അവർ കൊള്ളയിടുകയും തങ്ങളെ കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യുകയും ചെയ്യുന്നു യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അന്ന് ഞാൻ ഗോഗിന് ഇസ്രായേലിൽ ഒരു ശ്മശാനഭൂമി കൊടുക്കും. കടലിന് കിഴക്കുവശത്ത് വഴിപോക്കരുടെ താഴ്വര തന്നെ. വഴിപോക്കർക്ക് അത് വഴിമുടക്കമായി തീരും. അവിടെ അവർ ഗോഗിനെയും അവന്റെ സകല പുരുഷാരത്തെയും അടക്കം ചെയ്യും. അവർ അതിന് ഹാമോൻ ഗോഗ്, ഗോഗ് പുരുഷാരത്തിന്റെ താഴ്വര എന്ന് പേർ വിളിക്കും. ഇസ്രായേൽ ഗൃഹം അവരെ അടക്കം ചെയ്ത് തീർത്ത് ദേശത്തെ വെടിപ്പാക്കുവാൻ 7 മാസം വേണ്ടിവരും. ദേശത്തിലെ ജനമെല്ലാം കൂടെ അവരെ അടക്കം ചെയ്യും. ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുന്ന നാളിൽ അത് അവർക്ക് കീർത്തിയായിരിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വെക്കും. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. ഒരു നഗരത്തിനും ഹാമോന പുരുഷാരം എന്ന് പേരുണ്ടാകും. ഇങ്ങനെ അവർ ദേശത്തെ വെടിപ്പാക്കും. മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു:
സകലവിധ പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടുന്നത്, നിങ്ങൾ കൂടി വരുവിൻ, നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇസ്രായേൽ പർവ്വതങ്ങൾ ഒരു മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി അർപ്പാൻ പോകുന്ന എന്റെ യാഗത്തിന് 4 പുറത്തു നിന്നും വന്നുകൂടുവിൻ. നിങ്ങൾ വീരന്മാരുടെ മാംസം തിന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കണം. അവരൊക്കെയും ബാശാനിലെ തടിപ്പിച്ച ആട്ടുകൊറ്റന്മാരും കുഞ്ഞാടുകളും കോലാട്ടുകൊറ്റന്മാരും കാളകളും തന്നെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറുത്തിരിക്കുന്ന എന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ തൃപ്തരാകുവോളം മേധസ് തിന്നുകയും ലഹരിയാകുവോളം രക്തം കുടിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ എന്റെ മേശയെങ്കിൽ കുതിരകളെയും വാഹനമൃഗങ്ങളെയും വീരന്മാരെയും സകല യോദ്ധാക്കളെയും തിന്ന് തൃപ്തരാകുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ എന്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ സ്ഥാപിക്കും. ഞാൻ നടത്തിയിരിക്കുന്ന എന്റെ ന്യായവിധിയും ഞാൻ അവരുടെ മേൽ വെച്ച എന്റെ കൈയും സകല ജാതികളും കാണും. അങ്ങനെ അന്നു മുതൽ മേലാൽ ഞാൻ തങ്ങളുടെ ദൈവമായ യഹോവയെന്ന് ഇസ്രായേൽ ഗൃഹം അറിയും. കരുണയുള്ള ദൈവമേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് ഐശ്വര്യമായി വിളമ്പി തരുമാറാകണം. ഏഴയുടെ ബുദ്ധിയിലും ഓർമ്മയിലും അവിടുത്തെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ. ഇന്ന് സന്ധ്യയെങ്കിൽ പ്രാർത്ഥനയോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന അവിടുത്തെ ജനം അനുഗ്രഹം പ്രാപിക്കത്തക്കവണ്ണം കർത്താവിന്റെ കൃപ അവരുടെ മേൽ ചൊരിയണമേ. ഹൃദയങ്ങളുടെ നിലവുകൾ പോലും ആരാഞ്ഞറിയുന്ന കർത്താവ്, ഞങ്ങളുടെ അവസ്ഥകൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. സമാധാന സമൃദ്ധിയിൽ ഇന്ന് രാത്രി ഞങ്ങളെ നയിക്കണമേ. എതിരായുള്ള ദുഷ്ടശക്തികളെ ഫൽസിക്കണമേ. മഹത്വം എടുക്കണമേ. യേശുരക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെയും യുഗാന്ത്യ സംഭവങ്ങൾ, അന്ത്യകാല സംഭവങ്ങളോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ ഇന്നത്തെ ഇസ്രയേൽ, ഇന്നലത്തെ ഇസ്രയേൽ, നാളത്തെ ഇസ്രയേൽ എന്നീ വിഷയങ്ങളാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ഇസ്രയേലിനെ പറ്റി കഴിഞ്ഞ നാളുകളിൽ നാം ചിന്തിച്ചു. അബ്രഹാം മുതൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരെ. അതിനുശേഷം ഇന്നത്തെ ഇസ്രയേലിനെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. ചിന്തയോടുള്ള ബന്ധത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ കണ്ട 7ാമത്തെ ദർശനത്തിലേക്ക് നാം കടന്നു വന്നു. മൂന്നാമത്തെ ദർശനത്തിലേക്ക് കടന്നു വന്നു. അത് യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിലാണ് കാണുന്നത്. ഞാൻ കറക്റ്റ് ചെയ്യട്ടെ. യെഹെസ്കേൽ 4 ദർശനങ്ങളാണ് കണ്ടത്. 1-ാം അധ്യായത്തിൽ നാം 1-ാമത്തെ ദർശനം കാണുന്നു. അത് 3-ാം അധ്യായം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നു. 2-ാമത്തെ ദർശനം 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നു. അത് പരിശുദ്ധ ആത്മാവിൽ ബാബേലിലായിരുന്ന പ്രവാചകനെ ആത്മാവിൽ ദർശനത്താൽ തന്നെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി യെരുശലേം ദേവാലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകളെയാണ് 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. 3-ാമത്തെ ദർശനമാണ് 37-ാം അധ്യായത്തിൽ കാണുന്നത്. 4-ാമത്തെ ദർശനം 40-ാം അധ്യായത്തിലാണ്. അത് നാളത്തെ ഇസ്രയേലിനോടുള്ള ബന്ധത്തിലാണ് നാം ചിന്തിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയും അതിനോടുകൂടെയുള്ള സഹസ്രാബ്ദ വാഴ്ചയുമാണ് 40-ാം അധ്യായം മുതൽ 48-ാം അധ്യായം വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് പല കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ 39-ാം അധ്യായം തീർന്നതിന് ശേഷം നമുക്ക് കർത്താവിന്റെ തിരുസഭയുടെ ഉൽപ്രാപണം ചിന്തിക്കണം. യേശുക്രിസ്തുവിനെ പറ്റി ചിന്തിക്കണം. ഇങ്ങനെ പലവിധമായ കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാത്രമേ മറ്റു പല കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെയും ചിന്തിച്ചതിന് ശേഷം മാത്രമേ നാളത്തെ ഇസ്രയേലിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു പാറ്റേൺ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ സ്റ്റഡിയാണ് നാം എടുത്തിരിക്കുന്നത്. നാം അങ്ങനെ എടുക്കുവാനുള്ള കാരണം പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ളതായ സംഗതിയുടെ വിശാലതയ്ക്ക് വേണ്ടി മാത്രമാണ്. നാം ഇപ്പോൾ ചിന്തിക്കുന്നത് യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായമാണ്. 37-ാം അധ്യായത്തിൽ പ്രവാചകൻ ദർശനം കാണുന്നു. ഇസ്രയേൽ മക്കൾ മടങ്ങി വരുന്നു.
അവർ ചിതറി, ലോകത്തിന്റെ 93 രാജ്യങ്ങളിൽ ചിതറി ഉണങ്ങിയ അസ്ഥികളെ പോലെ ബന്ധം വിട്ട് കിടന്നവരെങ്കിൽ തന്നെയും ദൈവത്തിന്റെ സമയമായപ്പോൾ യഹോവയായ ദൈവം അവരെ അവരുടെ വാഗ്ദത്ത ദേശത്തേക്ക് മടക്കി കൊണ്ടുവരികയും അവർ ഇന്ന് ഈ ലോകത്തിലെ ഒരു വലിയ ശക്തിയായി, കേരളത്തെക്കാൾ ചെറിയ രാജ്യം ആണ് എങ്കിൽ തന്നെയും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായി സർവ്വലോകവും ഭയപ്പെടത്തക്കവണ്ണം അവരുടെ ഏറ്റവും വലിയ ഒരു ലോകശക്തിയായി മാറുവാൻ തക്കവണ്ണം, എല്ലാ വിധത്തിലും മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു ലോകശക്തി എന്നൊരു രാജ്യത്തെ പറയുമ്പോൾ അവരുടെ പട്ടാളം മാത്രമല്ല നാം മനസ്സിലാക്കേണ്ടത്. അവരുടെ എഡ്യൂക്കേഷനിൽ, അവരുടെ കൃഷി, അവരുടെ സെൽഫ് എക്സിസ്റ്റൻസ്, മറ്റൊരു രാജ്യത്തിന്റെ സഹായം കൂടാതെ, പരസഹായം കൂടാതെ അവർക്ക് സ്വയമായി പട്ടിണി കിടക്കാതെ ജീവിക്കുവാനുള്ളതായ പദ്ധതി, അവരുടെ റെനോവേഷൻസ്, പുതിയ ഇൻവെൻഷൻസ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ ശക്തി മനസ്സിലാക്കുന്നത്. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി പറയാം. നോർത്ത് കൊറിയ അവർക്ക് കിട്ടുന്ന പണം മുഴുവനും ഡിഫൻസിന് വേണ്ടിയും മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയും ചെലവഴിക്കുന്നു. വളരെ വ്യക്തമായി സർവ്വലോകത്തിലുമുള്ളവർക്കറിയാം അവിടെ പട്ടിണി കൊണ്ട് ജനം മരിക്കുകയാണ്. അപ്പോൾ പണം മുഴുവനും ഡിഫൻസിന് വേണ്ടി ഉപയോഗിച്ചിട്ട് ജനം പട്ടിണി കൊണ്ട് മരിക്കുന്നതിൽ കഥയില്ല. എല്ലാ വിധത്തിലും ഉന്നതമായ ഒരു നിലയിൽ വരുമ്പോഴാണ് ആ രാജ്യം ഏറ്റവും എണ്ണപ്പെട്ട രാജ്യമായി മാറ്റപ്പെടുന്നത്. അങ്ങനെ എണ്ണപ്പെട്ട ഒരു രാജ്യമായിട്ട് ഇസ്രയേൽ മാറി. സ്വയം എക്സിസ്റ്റൻസ്, അവർ ചെറിയ രാജ്യമാണെങ്കിലും അവർ അനേക കാര്യങ്ങളാണ് കയറ്റുമതി ചെയ്യുന്നത്. അവരുടേതായിട്ടുള്ള ധനം അങ്ങനെ സമ്പാദിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. രണ്ടാമത്തെ അവരുടെ കയറ്റുമതിയാണ് അവരുടെ നമ്പർ 1. നമ്പർ 2 അവരുടെ ഇൻകം എന്ന് പറയുന്നത് ടൂറിസമാണ്. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ അവിടെ പോവുകയും അത് അവർക്ക് വലിയൊരു ഇൻകമായി തീരുകയും ചെയ്തു. അമേരിക്ക പോലെയുള്ള പല രാജ്യങ്ങളും അവരുടെ ഇൻകത്തിന്റെ 6% ആണ് ഡിഫൻസിനെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം they are using 30%. അവരുടെ ഇൻകത്തിന്റെ 30% ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അവർക്കത് ഉപയോഗിച്ചേ ഒക്കത്തുള്ളൂ. കാരണം അവരുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം അവരെ കപ്പിക്കളയുവാൻ അഥവാ വിഴുങ്ങിക്കളയുവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവർക്ക് സ്വയമായി നിൽക്കണമെങ്കിൽ അവരുടെ ഇൻകത്തിന്റെ 1/3 അവർക്ക് ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഡിഫൻസീവായിട്ട് ഏറ്റവും ഒരു മൈറ്റി കൺട്രി ആയി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. നാം ഇത് മനസ്സിലാക്കണം. വെറും 1948 കേരളത്തെക്കാട്ടിൽ ചെറിയ ഒരു രാജ്യമായി തുടങ്ങിയതാണ് ഈ 10-70 വർഷമായപ്പോഴേക്കും ലോകത്തിലെ വലിയ ശക്തിയായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇൻഫാക്ട് നാം ശരിക്ക് പഠിക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്തിലെ ധനമൊക്കെയും കൺട്രോൾ ചെയ്യുന്നത് യഹൂദന്മാരാണ്. വലിയ വലിയ ബാങ്കുകൾ അമേരിക്കയിലുള്ളത്, യൂറോപ്പിലുള്ളത്, അവിടെ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലുമുള്ള വലിയ ബാങ്കുകൾ, ഇങ്ങനെയുള്ളതായ അനേക കാര്യങ്ങളും യഹൂദൻ പൊസസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അവന്റെ അധീനതയിലാണ്. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കേരളത്തെക്കാൾ ഒരു ചെറിയ രാജ്യമെന്ന് തോന്നും എങ്കിൽ തന്നെയും സർവ്വലോകത്തിലും ജനം ഭയപ്പെടത്തക്കവണ്ണം അത്ര മോസ്റ്റ് പവർഫുൾ രാജ്യമായി ഇസ്രയേൽ മാറിയിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന കാലത്തൊക്കെയും ഇസ്രയേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കുകയോ ഇന്ത്യയിൽ നിന്നോ അവിടേക്ക് ഒരു അംബാസഡറെ അയക്കുകയോ ഒന്നും ചെയ്തില്ല. അതിന്റെ കാരണം മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ തക്കവണ്ണം ചെയ്തതാണ് ഇന്ത്യയിലുള്ളതായ. എന്നാൽ കാലമൊക്കെയും കഴിഞ്ഞിപ്പോൾ BJPയുടെ ഭരണകാലത്ത്
ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ വളരെ സൗഹൃദത്തിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹിന്ദു രാജ്യമായ ഇന്ത്യയും ഇസ്രയേലും മാത്രമല്ല, അവരുടെ ശത്രുക്കളെന്ന് എണ്ണപ്പെടുന്ന മുസ്ലിം രാജ്യങ്ങൾ പോലും ഇസ്രയേലുമായി സൗഹൃദത്തിലായി. ഒരിക്കൽ അവരെ വിഴുങ്ങിക്കളയുവാൻ ശ്രമിച്ചിരുന്നതായ ഈജിപ്റ്റ് അവരുമായിട്ട് സമാധാന സന്ധി സാദത്തിന്റെ കാലത്തെ അമേരിക്കയിൽ വെച്ച് ജിമ്മി കാർട്ടർ ഭരിക്കുമ്പോൾ ഉണ്ടായതായി നമുക്കറിയാം. അവരെ വിഴുങ്ങിക്കളയുവാൻ ശ്രമിച്ചതായ ജോർഡാൻ എന്ന് പറയുന്നതാണ് മോവാബെ, അമോരിയരെ, ഏതോ ഈ 3 രാജ്യങ്ങൾ ജോർഡാനിലാണ്. ഈ ജോർഡാൻ അവരെ വിഴുങ്ങിക്കളയുവാൻ ശ്രമിച്ചു. എന്നാൽ അതൊക്കെയും അവർക്ക് നാശമായി ഭവിച്ചതായ സന്ദർഭത്തിൽ അവരും ഇസ്രയേലുമായി സന്ധി ഉടമ്പടി, സമാധാന ഉടമ്പടി ചെയ്തതായി കാണുവാൻ സാധിക്കുന്നു. 1949 നടന്ന യുദ്ധത്തിൽ സൗദി അറേബ്യയും എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഇസ്രയേലിനെതിരായിരുന്നു. എന്നാൽ ഇപ്പോൾ UAE, ബഹ്റിൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളെല്ലാം ഇസ്രയേലുമായി സമാധാന സന്ധിയിലായി. എന്നാ കാരണം? ഹല്ലേലൂയ, സ്തോത്രം. അവരെ ദൈവം ഏറ്റവും അനുഗ്രഹിച്ചു. ഫിനാൻഷ്യലായിട്ട് അനുഗ്രഹിച്ചു, എഡ്യൂക്കേഷനിലായിട്ട് അനുഗ്രഹിച്ചു. ഇന്ന് ലോകത്തിൽ കാണുന്നതായ അനേക ഗ്രേറ്റ് ഇൻവെൻഷൻ, വിശേഷാൽ ഹെൽത്തിനോടുള്ള ബന്ധത്തിൽ രോഗങ്ങൾക്ക് വേണ്ടിയുള്ളതായ അതിൻ്റെതായിട്ടുള്ള പ്രതിവിധിക്ക് വേണ്ടിയുള്ളതായ വലിയ വലിയ ഇൻവെൻഷൻസ് ഇസ്രയേലിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ അവസ്ഥയിലേക്ക് ദൈവം അവരെ ഉയർത്തിക്കൊണ്ടുവന്നു. എന്നാൽ തുറന്നു പറയേണ്ട ചില കാര്യങ്ങൾ കൂടെ ഇതിനിടയിലുണ്ട്. ഇത്രയും വലിയ ഉയർച്ച ലഭിച്ചിട്ടും അവർക്ക് ലഭിച്ച ഉയർച്ചയ്ക്ക് തക്കവണ്ണം ദൈവത്തെ ഭയപ്പെടുകയോ ദൈവസന്നിധിയിൽ കീഴ്പ്പെടുകയോ ചെയ്യുന്നില്ല. ഉണ്ട് ഒരു ചെറിയ ഗ്രൂപ്പ് ഓർത്തഡോക്സ് ജൂയിഷ് പീപ്പിൾ, അവർ വെരി പയസായിട്ട് ദൈവത്തെ, യഹോവയെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മസിയായിക് ജൂയിഷ് പീപ്പിൾ, അതായത് റോമാലേഖനം 10-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ കൃപാകാലത്ത് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതായ ലക്ഷക്കണക്കിന് യഹൂദന്മാരുണ്ട്, യഹൂദ ക്രിസ്ത്യാനികൾ. അവരെ പയസായിട്ട് യഹോവയാം ദൈവത്തെ സേവിക്കുന്നു. ഇങ്ങനെ ദൈവം ഒരു വലിയ ശേഷിപ്പിനെ ഇസ്രയേലിന് ഇപ്പോഴും കൊടുത്തിട്ടുണ്ട് എങ്കിൽ തന്നെ അവരുടെ മെജോറിറ്റി ഓഫ് ദ ജൂയിഷ് പീപ്പിൾ ഇപ്പോഴും യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ ഞാനിത് പറയുവാൻ ആഗ്രഹിച്ചതല്ല, അറിയാതെ എൻ്റെ നാവിൽ ഒരു പിഴ വന്നപ്പോൾ അത് കറക്റ്റ് ചെയ്യുവാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ ഇത്രയും പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. 38-39 അധ്യായങ്ങൾ ദർശനമല്ല, അത് അരുളപ്പാടുകളാണ്. പ്രവചന ആത്മാവിൽ തനിക്ക് കിട്ടിയ ദൂതാണ്. 37-ാം അധ്യായം ദർശനമാണ്, 40-ാം അധ്യായം ദർശനമാണ്, 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ദർശനമാണ്, 1-ാം അധ്യായം ദർശനമാണ്. എന്നാൽ ഇവിടെ 38-39 അധ്യായത്തിൽ യഹോവയുടെ അരുളപ്പാടുകളാണ് എന്ന് അത് വളരെ വ്യക്തമായി 38 യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ എന്ന് നമുക്ക് പ്രത്യേകം കാണുവാനായിട്ട് സാധിക്കുന്നു. 39-ന്റെ ആദ്യവും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അരുളപ്പാടുകളാണ്. എങ്ങനെയാണ് പ്രവാചകൻ അരുളപ്പാട് ലഭിച്ചത് എന്ന് ഒരു 3 മാസത്തിന് മുമ്പ് നാം ചിന്തിച്ചതാണ്. 2-ാം അധ്യായത്തിന്റെ അവസാന വേദഭാഗം മുതൽ 3-ാം അധ്യായത്തിന്റെ ഏതാണ്ട് 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുന്നതായ സന്ദർഭത്തിൽ പ്രവാചകനെ ഒരു തുറന്ന ചുരുൾ കൊടുക്കുന്നു. ഈ ചുരുൾ തിന്നുവാൻ പറയുന്നു. താൻ അതേ തുറന്ന ചുരുൾ കർത്താവിൽ നിന്ന് പ്രാപിച്ച് തിന്നുന്നു. അത് ഭക്ഷിക്കുമ്പോൾ തൻ്റെ അധരത്തിൽ, തൻ്റെ വായിൽ അതേ തേൻ പോലെ മധുരവും ഉദരത്തിൽ കയ്പും നിറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. എന്നിട്ട് യഹോവയായ ദൈവം തന്നോട് പറയുകയാണ്, നിന്റെ ഉദരം നിറച്ച്
ഈ നിവർന്നിരിക്കുന്ന ചുരുളുകൾ തിന്നിട്ട് എന്റെ ജനത്തോടെ പ്രവചിക്കാം. ഇങ്ങനെയാണ് താൻ അരുളപ്പാടുകൾ പറയുന്നത്. അഥവാ ദൈവം കൊടുക്കുന്ന ആലോചനകൾ, സ്വർഗീയമായ ദൂതുകൾ താൻ നിറച്ച് തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ അധരത്തിൽ, തൻ്റെ ബുദ്ധിയിൽ ദൈവം നിറച്ചതിന് ശേഷം അത് വെളിപ്പെടുത്തുന്നതാണ് തൻ്റെ പ്രവചനങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ വെറും തോന്നലോ കാര്യങ്ങളോ ഒന്നുമല്ല. ആകയാൽ ഈ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദർശനങ്ങളും ഈ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അരുളപ്പാടുകൾ അഥവാ ദൈവികമായ ഓറക്കിൾസും അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതും വള്ളിക്കും പുള്ളിക്കും വ്യത്യാസവും ഇല്ലാത്തതുമാണ് എന്ന് നാം ചിന്തിക്കണം. ഇവിടെ 37-ാം അധ്യായത്തിൽ ഇസ്രയേലിനെ ഒരു വലിയ സൈന്യമായിട്ടാണ് നമുക്ക് അവസാനമായി കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വലിയ സൈന്യത്തിനെയാണ് നമുക്ക് ഇപ്പോൾ വാസ്തവത്തിൽ കാണുവാൻ സാധിക്കുന്നത്, പ്രസന്റ് ഇസ്രയേൽ. 38-39 വരുമ്പോൾ ഈ ഇസ്രയേലിനെതിരായി കടന്നു വരുന്ന റഷ്യയെ പറ്റിയും റഷ്യയുടെ കൂടെയുള്ളതായ ശക്തിയെ പറ്റിയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞതിന് മുമ്പലത്തെ ആഴ്ചയിലും ഈ ശക്തികൾ ആരാണെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. 38-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളിൽ അത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഗോഗ്, അതുപോലെ തന്നെ റഷ്യ, വടക്കേ അറ്റത്തു നിന്നും വരുന്ന മാഗോഗ് ദേശത്തിലെ ഗോഗ്, അതുപോലെ തന്നെ മേശക്ക്, തൂബേൽ, ഇവരൊക്കെ മോസ്കോയും, മേശക്ക് എന്ന് പറയുന്നത് മോസ്കോയും തൂബൽ എന്ന് പറയുന്നത് ടൊബൽസ്കയുമാണ്. ടൊബൽസ്കോ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള സൈബീരിയയുടെ പഴയ തലസ്ഥാനമാണ്. ഇതെല്ലാം റഷ്യയിൽ അധീനതയിലായിരിക്കുന്നു. അവരോടുകൂടെ പേർഷ്യ, ഇറാന്, അഫ്ഗാനിസ്ഥാന്, മറ്റു രാജ്യങ്ങളെല്ലാം ഒരു നല്ല പക്ഷം മുസ്ലിം രാജ്യങ്ങളും കൂടും. അതുപോലെ തന്നെ കൂശ എന്ന് പറയുന്ന എത്യോപ്യ, സുഡാന്, അവരൊക്കെയും സമോളിയ, ഇതൊക്കെയും പഴയ എത്യോപ്യയിൽപ്പെട്ടതാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇൻഫാക്ട് മോസ്റ്റ്ലി നോർത്ത് ആഫ്രിക്കയിലുള്ള പ്രത്യമച്ച രാജ്യങ്ങൾ റഷ്യയുടെ കൂടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പൂത്യർ എന്ന് പറയുന്നത് ലിബിയയാണ്. ഗോമർ എന്ന് പറയുന്നത് പൗരസ്ത്യ യൂറോപ്പാണെന്ന് പറയുന്നു. ഇതുകൂടാതെ 6-ാം വാക്യത്തിൽ നാം കാണുന്നു തോഗർമ്മ ഗ്രഹം എന്ന് പറയുന്നത് ടർക്കിയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 6-ാം വാക്യത്തിൽ ഇത് കൂടാതെ പല ജാതീയ രാജ്യങ്ങളും റഷ്യയോടുകൂടെ ചേരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇന്നത്തെ ക്രിസ്തീയ പണ്ഡിതാക്കൾ, പ്രവചന വ്യാഖ്യാന സ്റ്റുഡൻസുകൾ, അവർ ഈ സന്ദർഭങ്ങളിൽ ഈ 38, 39, 37 അധ്യായങ്ങൾ പഠിക്കുവാനുള്ള കാരണം ഇസ്രയേലിന്റെ യഥാസ്ഥാനം, ഇസ്രയേല് ഒരു നല്ല രാജ്യമായി, കൊച്ചു രാജ്യമെങ്കിലും നല്ല രാജ്യമായി തീർന്നത് സ്വന്തം ദൃഷ്ടിയാൽ കാണുന്ന ഒരു സമൂഹമാണ്, ഒരു തലമുറയാണ് നാം ഓരോരുത്തരും. അതാണ് ഒരു കാരണം. മറ്റൊന്ന്, നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 1 വർഷത്തിൽ കൂടുതലായി യുക്രൈൻ യുദ്ധം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വാസ്തവത്തിൽ യുക്രൈൻ യുദ്ധമെന്നല്ല പറയേണ്ടത്, യുക്രൈനെതിരെയുള്ള യുദ്ധമാണ്. റഷ്യൻ യുദ്ധമാണ്. റഷ്യയാണ് ഈ യുദ്ധം ആരംഭിച്ചത്. വേദവിദ്യാർത്ഥികളുടെ അഭിപ്രായം, ഈ യുദ്ധം ഈ എഹെസ്കിയേൽ 38, 39 അധ്യായങ്ങളിലേക്ക് നയിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഓരോ വാക്യങ്ങളും ഓരോ വാക്യശകലങ്ങളും കൂലങ്കഷമായി മറ്റ് പ്രവചന സൂക്തങ്ങളോടൊത്ത് തുലന പഠനം ചെയ്യുവാൻ തക്കവണ്ണം വേദവിദ്യാർത്ഥികൾ ശ്രമിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പലതിലും അവർ തെറ്റിപ്പോകുന്നുണ്ട്. ഞാൻ അവരെ ആരെയും കുറ്റം പറയുകയല്ല. നാം ദൈവവചനത്തെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ ദൈവവചനത്തിൽ കൂടെ മാത്രമേ വ്യാഖ്യാനം ചെയ്യാവൂ. വേറൊരു മതപുസ്തകമോ
അല്ലെങ്കിൽ വേറെ ചില മനുഷ്യരുടെ അഭിപ്രായങ്ങളോ ഇതൊന്നും നാം എടുക്കരുതേ. അങ്ങനെ എടുക്കുന്ന എങ്കിൽ അങ്ങനെയുള്ളവരുടെ വ്യാഖ്യാനങ്ങളോ പഠിപ്പിക്കലോ നാം കേൾക്കുക പോലും അരുതേ. മറ്റൊരു ഭാഷയിൽ ഞാൻ തുറന്ന ഗ്രഹണത്തിന് വേണ്ടി പറയാം. ഇപ്പോൾ യെഹെസ്കേൽ പ്രവചനത്തിന്റെ കാര്യങ്ങളെ അത് തെളിയിക്കേണ്ടതിന് വേണ്ടി ഖുറാനിൽ നിന്നും അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ നിന്നും ചിലതെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവിടെയും പറയുന്നു എന്നൊക്കെ പറയുന്നത് അത് ദൈവത്തിൽ നിന്നല്ല. ഞാൻ പൂർണ്ണമായി 99 അല്ല, അതൊക്കെ സാത്താന്റെ തന്ത്രങ്ങളാണ്. നാം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണ്. ഇശയ്യാ പ്രവചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, എന്റെ വചനത്തെ നോക്കുവിൻ, അവയൊന്നും ഇണയില്ലാതിരിക്കുകയില്ല. നാം വചനത്തെ വചനം കൊണ്ട് വേണം വ്യാഖ്യാനിച്ച് പഠിക്കേണ്ടത്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഈ ദൈവവചനത്തിന് വേറൊരു മതപുസ്തകത്തിന്റെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല. അങ്ങനെ ആരെങ്കിലും സപ്പോർട്ട് കൊണ്ടുവരുന്നുവെങ്കിൽ ഈ ദൈവ തിരുവചനത്തെ അധിക്ഷേപിക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെയുള്ളതായ പ്രസംഗങ്ങളോ അങ്ങനെയുള്ള ക്ലാസ്സുകളോ അതൊരു നിഷിദ്ധമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. That is not permittable to a true child of God. അങ്ങനെയെങ്കിൽ പിന്നെ അവരുടെ മതപുസ്തകം പഠിച്ചാൽ പോരെ, ഈ പുസ്തകം എന്തിനാ പഠിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ളതായ പഠനം നമുക്ക് നല്ലതല്ല. എന്നാൽ എങ്ങനെ വേണം പഠിക്കേണ്ടത്? ദൈവവചനത്തിൽ ഇണയുണ്ടോ? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് മറ്റു പല ഭേദഭാഗങ്ങളിൽ തെളിവുകൾ ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കുന്നതിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ ആർക്കിയോളജിക്കലായിട്ട് പുരാതന കാര്യങ്ങളുടെ ഡിസ്കവറി, ദാവീദ് മഹാരാജാവ് ജനിച്ച പിന്നെ തന്റെ കൊട്ടാരം യെരൂശലേം ദേവാലയത്തിലേക്ക് ഒക്കെ ആർക്കിയോളജിക്കലായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഹിസ്റ്റോറിക്കലായിട്ട് ഇസ്രയേൽ യഥാസ്ഥാനപ്പെട്ട് വന്നത് ഹിസ്റ്റോറിക്കലായിട്ട് പഠിക്കുന്നത് തിരുവചന പ്രകാരം തെറ്റില്ല. എന്നാൽ മറ്റു യാതൊരു മതഗ്രന്ഥമോ ഈ പുസ്തകത്തിന് തുണയായി എടുക്കരുതേ. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, സാത്താന്റെ തന്ത്രമാണ് എന്ന് വീണ്ടും ഞാൻ ഉറപ്പിച്ച് പറയട്ടെ. നമുക്ക് ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന ദൈവവചനം മാത്രം മതി. അതിൽ ധ്യാനിച്ച് ആ പച്ചയായ പുൽപ്പറങ്ങളിൽ നിന്ന് ഭക്ഷിച്ച് സ്വസ്ഥതയുള്ള വെള്ളമാകുന്ന പരിശുദ്ധാത്മാവിൽ നിന്ന് കുടിച്ചു വേണം നാം മുമ്പോട്ട് പോകുവാൻ. അങ്ങനെ ഈ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിലായിരിക്കുന്ന ഇസ്രയേലിനെതിരായി വരുന്നതാണ് 38-39 അധ്യായങ്ങളിൽ പ്രവചന ദൂതായി പറയുന്നത്. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, പ്രവാചകന്റെ ഉദരം മുഴുവൻ കഴിച്ചു എന്ന്. അത് പറയുവാൻ തക്കവണ്ണമുള്ള കാരണം അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം കയ്പിൻ്റെതായിട്ടുള്ള ദൂത് പ്രവാചകൻ പറയും എന്നുള്ളത് കൂടെയാണ്. അപ്പോൾ പ്രവാചകൻ ഇസ്രയേലിന്റെ നന്മയെപ്പറ്റി മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കയ്പിന്റെ അനുഭവവും വെളിപ്പെടുത്തുവാൻ തക്കവണ്ണമാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അത് നാം മനസ്സിലാക്കണം. എല്ലാം നന്മ, എല്ലാം അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അതിലൊരു ഫാന്റസി വേൾഡിലേക്ക് നാം പോകുവാൻ ഇടയാകരുത്. ദൈവത്തിന്റെ വചനം യഥാർത്ഥമായി പഠിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കയ്പുകളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ശുദ്ധീകരണം പ്രാപിച്ച് ഭയഭക്തിയോടുകൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ നിലനിൽക്കുകയും ദൈവവുമായി അഭേദ്യമായ ബന്ധത്തിൽ നമുക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്യുന്നത് എന്ന് നാം മറന്നു പോകല്ലേ. അങ്ങനെ ഇസ്രയേലിനെതിരായി റഷ്യയും റഷ്യയുടെ അധീനതയിൽ വരുന്ന
രാജ്യങ്ങളെയുമാണ് നാം കാണുന്നത്. നമുക്കറിയാം, നാം ജീവിച്ചിരുന്ന ഈ കാലത്ത് തന്നെയാണ് USSR അത് വിഘടിക്കപ്പെട്ട് പല രാജ്യങ്ങളും, പോളണ്ട്, മറ്റ് ഈസ്റ്റേൺ യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും സ്വതന്ത്രമായത് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ സ്വതന്ത്രമായ ഒരു രാജ്യമാണ് യുക്രൈനും. യുക്രൈനെ ബലാത്കാരം റഷ്യ അവരുടെ അധീനതയിലാക്കി അങ്ങനെ ആയിരിക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് നമുക്ക് കാണുവാൻ സാധിക്കും. പണ്ട് സ്വതന്ത്രമായിരുന്നു, ബലാത്കാര അടിമകൾ പോലെ അവരുടെ കീഴിലാക്കിയതാണ്. ഇപ്പോഴും അവരുടെ ശ്രമം അതാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വേദവിദ്യാർത്ഥികളുടെ ചിന്ത, ഇപ്പോൾ നടക്കുന്ന യുദ്ധം ഒരു പരിധിയിൽ കൂടുതൽ മുമ്പോട്ട് പോയിരിക്കുകയാണ്. 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ തീരുമെന്നായിരുന്നു ലോകത്തിന്റെ ചിന്ത. എന്നാൽ അങ്ങനെയല്ല. ഇപ്പോൾ 10-14 മാസത്തോളമായി ഈ യുദ്ധം തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു പ്രസ്റ്റീജ് പോലെയാണ് ഇപ്പോൾ നടക്കുന്നത്. ജനം, സാധാരണ സാധുക്കളായ ജനം, അവരെ നശിച്ചു പോകുന്നത്, അവരുടെ ഭാര്യമാർ വിധവമാരാകുന്നത്, കുഞ്ഞുങ്ങൾ അനാഥരാകുന്നത്, ഏതാണ്ട് 200-300,000 ആൾക്കാരാണ് ഇപ്പോൾ റഷ്യയിലും യുക്രൈനിലുമായിട്ട് ഈ യുദ്ധം മുഖാന്തരം മരിച്ചുപോയത് എന്ന് നാം ഓർക്കണം. ഇത് ഇനിയും നീണ്ടുപോകുകയാകുന്നു എങ്കിൽ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് ഇതിനെ നയിച്ചേക്കുമെന്ന് പല വേദവിദ്യാർത്ഥികളും അഭിപ്രായപ്പെടുന്നു. അഥവാ നാം ഇപ്പോൾ കേട്ടതായ അല്ലെങ്കിൽ വായിച്ചതായ, ചിന്തിച്ചതായ രാജ്യങ്ങൾ, പേര് പറഞ്ഞതായ രാജ്യങ്ങളൊക്കെയും റഷ്യയോടുകൂടെ ഇനിയും കൂടും. ഈസ്റ്റേൺ യൂറോപ്പിലുള്ളതായ ചില രാജ്യങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളിലുള്ള ചില മുക്കൽ രാജ്യങ്ങളും, അതുപോലെ തന്നെ മറ്റ് ജാതീയ രാജ്യങ്ങളും റഷ്യയോടുകൂടെ കൂടി ഒരു വലിയ ശക്തിയായി മറ്റ് ഒരു എതിർകക്ഷിക്ക് ഒതുക്കുവാൻ കഴിയാതെ വണ്ണം ഇന്നത്തെ വലിയ ശക്തികളിൽ ഒന്നായ ഇസ്രയേൽ പേടിച്ചു പോകത്തക്കവണ്ണം, അവർക്കൊന്നും തിരിഞ്ഞു നോക്കുവാൻ ശക്തിയില്ലാതെ വണ്ണം ഒരു വലിയ സൈന്യമായിട്ടാണ് വരുന്നത് എന്ന്, അതുകൊണ്ടാണ് ഈ പേരൊക്കെയും പറഞ്ഞത്. അത് യുക്രൈൻ യുദ്ധം തുടങ്ങി അത് ആ അവസ്ഥയിലേക്ക് മാറ്റപ്പെടാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള ചിന്താഗതിയിലാണ് വേദവിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ യെഹെസ്കേൽ പ്രവചനം കൂടുതൽ കൂലങ്കഷമായി പഠിക്കുവാൻ തക്കവണ്ണം അവർ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്. നല്ലത് തന്നെയാണ്. ഒരുപക്ഷെ അങ്ങനെ നടന്നെന്ന് വരാം. എന്താണ് ഈ യുക്രൈനിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ആഫ്റ്റർ മാത്ത് എന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ യുക്രൈന് നേറ്റോയിലെ നോർത്ത് അമേരിക്കൻ അറ്റ്ലാന്റിക് ട്രീറ്റിയിലെ അല്ല, അങ്ങനെ ഇപ്പോൾ മെമ്പർ അല്ല. എന്നാൽ അതിനകത്തെ മെമ്പർഷിപ്പ് കിട്ടുകയാകുന്നു എങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടാകാൻ പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ യുക്രൈനെ പിടിച്ചു നിർത്തി മെമ്പർഷിപ്പ് കൊടുക്കാതിരിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം അങ്ങനെ ഉണ്ടാകാം. അല്ല, വേറെ ചിലർ പറയുന്നു ഇങ്ങനെ യുദ്ധം നീണ്ടുപോവുകയാണ് എങ്കിൽ ഇസ്രയേൽ യുക്രൈനെ സഹായിക്കുവാൻ തക്കവണ്ണം യൂറോപ്യൻ രാജ്യങ്ങളോടുകൂടെ കൂടുകയും ഇങ്ങനെ കൂടുന്നതായ സന്ദർഭത്തിൽ ഇസ്രയേലിന്റെ ശത്രുക്കളായിരിക്കുന്ന മെജോറിറ്റി ഓഫ് ദ മുസ്ലിം രാജ്യങ്ങളും അതുപോലെ തന്നെ റഷ്യ മറ്റ് രാജ്യങ്ങളും കൂടെ ഒന്നിച്ച് ഇസ്രയേലിനെതിരായി കടന്നു വരും. ഇങ്ങനെ പല ഒപ്പീനിയനാണ് പറയുന്നത്. ഇതിലേത് ഒപ്പീനിയനാണ് ശരിയെന്ന് നമുക്ക് അറിയത്തില്ല. ഇതൊക്കെ ഒരു ഒപ്പീനിയൻ, ഒരു അഭിപ്രായം
എന്നല്ലാതെ അതിനപ്പുറമായി എടുക്കരുതേ എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകമായി പറയുന്നു. എന്നാൽ ഒരു കാര്യം ശരിയാണ്, യെഹെസ്കേൽ 38-39 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായ ഈ വരുവാനുള്ള ഗോഗുമാഗോഗ് യുദ്ധത്തിന്റെ അടുത്തേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാം ഇവിടെ 39 അധ്യായം വായിച്ചപ്പോൾ അതിനകത്തെ വായിച്ചതായ പല കാര്യങ്ങളും 7 വർഷം തീയിരിക്കും, ഇങ്ങനെയൊക്കെയുള്ളതായ പല കാര്യങ്ങൾ അത് ഒക്കെ എടുത്തുകൊണ്ട് അതേത് കാലത്തായിരിക്കും സംഭവിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ 1-2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. ഈ 38-39 അധ്യായങ്ങൾ നടക്കുമ്പോൾ പോർക്കളത്തിൽ ഇസ്രയേലിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം മറ്റ് രാജ്യങ്ങൾ ആരും പോർക്കളത്തിൽ ഇറങ്ങുന്നത് കാണുന്നില്ല. 13-ാം വാക്യത്തിൽ ശെബയും ദദാനും തർശീശ് വർത്തകന്മാരും അതിലെ ബാലസിംഹങ്ങളും ഒക്കെ നീ കൊള്ളയിടുവാനാണോ വരുന്നത് എന്ന് ഒക്കെ ചോദിക്കുന്നതേ കാണുന്നുള്ളൂ, പടയ്ക്ക് ഇറങ്ങുന്നത് കാണുന്നില്ല. അതുകൊണ്ടാണ് വേദവിദ്യാർത്ഥികൾ ഒരു നല്ല ഭാഗം ഇതൊരു പക്ഷേ 3-ാം ലോക മഹായുദ്ധമായി മാറുകയില്ലായിരിക്കാം എന്നൊക്കെയുള്ള അസംഷനിലേക്ക് കടന്നു വരുവാൻ കാരണമായത്. രണ്ടാമത്തെ കാരണം, യുദ്ധത്തിൽ ദൈവം തന്നെ അശൂര്യർ ഇസ്രയേലിനെതിരായി യഹൂദയ്ക്കെതിരായി കടന്നു വന്നപ്പോൾ വലിയ സൈന്യവുമായി കടന്നു വന്ന സന്ദർഭത്തിൽ ഹിസ്കിയാവ് ഭയപ്പെട്ടു. പല ദിവസങ്ങൾ അതിന് ചുറ്റും നിന്നുകൊണ്ട് ഹുങ്കാര വാക്കുകളൊക്കെയും പറഞ്ഞെങ്കിൽ തന്നെയും യഹൂദ പോർക്കളത്തിലേക്ക് ഇറങ്ങി അശൂര്യരോട് യുദ്ധം ചെയ്യുന്നത് നാം യെശയ്യാ പ്രവചനത്തിലോ ദിനവൃത്താന്ത പുസ്തകത്തിലോ രാജാക്കന്മാരുടെ പുസ്തകത്തിലോ കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് അശൂര്യരുടെ നാശമുണ്ടായത്? ദൈവം തന്റെ ദൂതനെ അയച്ച് 1,87,000 അശൂര്യ ഭടന്മാരെ ഒറ്റ രാത്രിയിൽ കൊല്ലുകയായിരുന്നു. അതുപോലെ പോർക്കളത്തിൽ ഇറങ്ങുന്നത് നാം ഇവിടെ കാണുന്നില്ല. എന്നാൽ ദൈവം ഇറങ്ങി ഇസ്രയേലിന് വേണ്ടി ഡയറക്റ്റ് യുദ്ധം ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് 38-ാം അധ്യായത്തിന്റെ 18 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങളിൽ വ്യക്തമായി പറയുന്നു. വലിയ ഭൂകമ്പം, സുനാമി, അതുപോലെ തന്നെ പർവ്വതങ്ങൾ ഇടിഞ്ഞു വീഴുക, ആകാശത്ത് നിന്ന് തീ പെയ്യുക, വലിയ കല്ലുകൾ 10, 50, 70 പൗണ്ടുകൾ വലിപ്പമുള്ളതായ വലിയ കല്ലുകൾ ഭൂമിയിലേക്ക് ആകാശത്തു നിന്നും പെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ റഷ്യയുടെ 6/5 മുസ്ലിങ്ങളുടെ 6/5 നശിച്ചു പോകുന്നത് കാണുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഇറങ്ങി യുദ്ധം ചെയ്യുന്നത് എന്ന് ഒരു വലിയ വിശദീകരണ പഠനമാണ്. അതിനു വളരെ വ്യക്തമായി തിരുവചനത്തിൽ പലയിടങ്ങളിലും, വിശേഷാൽ പ്രവചനം 38-39 അധ്യായങ്ങളിലും പല വാക്യങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. അതിൽ ചില വാക്യങ്ങൾ നാം വായിച്ചു. 38-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഞാനിവിടെ വായിക്കാം. ദേശത്തെ മറക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ എന്റെ ജനമായി ഇസ്രയേലിന്റെ നേരെ ഗോഗ് വരുന്ന കാര്യമോ പറയുന്നത്. ഗോഗെ, അന്ത്യകാലത്ത് ജാതികൾ കാൺകെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. ഇവിടെ ഒരു പർപ്പസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലോകത്തിലുള്ള സകല ജാതികളും ഈ യുദ്ധത്തിൽ ദൈവം ഇറങ്ങി ഇസ്രയേലിനെ രക്ഷിക്കുന്നത് മുഖാന്തരം മറ്റുള്ളതായ വിഗ്രഹങ്ങളല്ല,
മറ്റ് ജാതീയ ആരാധനകളല്ല. യഹോവയായ ദൈവം ഏകദൈവമാകുന്നു. അവനാണ് സത്യദൈവം. അവൻ തന്റെ ജനത്തെ വിടുവിക്കുന്നവനാണ് എന്നിങ്ങനെ അറിയേണ്ടതിന് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ ഒരു പ്രധാന കാരണം മാത്രമേ ഞാനിപ്പോ പറഞ്ഞുള്ളൂ. മറ്റനേക കാരണങ്ങൾ ഇവിടുന്ന് തന്നെ ഈ അധ്യായങ്ങളിൽ നിന്ന് തന്നെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ലോകം അറിയേണ്ടതിന് അങ്ങനെ ഉണ്ടാകും. അത് ഇവിടെ മാത്രമല്ല, മറ്റ് പല വേദഭാഗങ്ങളിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. 38 ചില വാക്യങ്ങൾ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. 23 ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുകയും എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും പല ജാതികളും കാണുക എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ഞാൻ യഹോവയെന്ന് പല ജാതികൾ അവരറിയും, ഇസ്രയേലും അറിയും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 39 അധ്യായത്തിന്റെ താഴോട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നതായ സന്ദർഭത്തിൽ 7-ാം വാക്യം 39 ഇങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ നാമം എൻ്റെ ജനമായ ഇസ്രയേലിന്റെ നടുവിൽ വെളിപ്പെടുത്തും. അപ്പോൾ ജാതികളുടെ നടുവിൽ വെളിപ്പെടുത്തുന്നു. ഇസ്രയേൽ സ്വന്തം ജനമായ ഇസ്രയേലിന്റെ നടുവിൽ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഒരു ബാരിയറുമില്ലാതെ ഒരു ഉറപ്പുള്ള ആശ്രയവും വിശ്വാസവും ഇസ്രയേൽ മക്കൾക്ക് യഹോവയിങ്കലേക്ക് വരേണ്ടതിനും മറ്റ് ജാതികളെ അന്വേഷിക്കാതെ തനിച്ചു പാർക്കുന്ന ജനമായി ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെക്കേണ്ടതിന് ഇസ്രയേലിന് വേണ്ടി ഒരുക്കുന്ന ഒരു വഴിയാണിത്. അത് നാം ഇപ്പോൾ കേട്ടു. അത് ഒരിടത്ത് മാത്രമല്ല, പല ഇടങ്ങളിൽ ഈ 2 അധ്യായങ്ങളിൽ തന്നെ മറ്റു പലയിടങ്ങളിലും പറയുന്നുണ്ട്. അതുകൂടാതെ ജാതികൾക്ക് ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് തുടരെ നാം ഇന്ന് വായിച്ച 39 21 വാക്യം ഞാൻ എൻ്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ സ്ഥാപിക്കും എന്ന് കാണുവാൻ സാധിക്കുന്നു. അവിടെ തന്നെ പ്രത്യേകം വേറൊരു കാര്യം, യുദ്ധം എൻ്റെ ന്യായവിധിയും ഞാൻ അവരുടെ മേൽ വെച്ച എൻ്റെ കൈയും സകല ജാതി കാണും. ജീവനുള്ള ദൈവത്തെ തന്റെ ജനത്തെ രക്ഷിക്കുവാൻ അവൻ പ്രശസ്തനാണ്. അവൻ സർവശക്തനാണ്. സർവശക്തിയും കൂടെ സർവലോകവും കൂടെ ഇളകി വന്നാലും ദൈവത്തിന് തന്റെ ജനത്തെ വിടുവിക്കുവാൻ ഇറങ്ങി വരികയും തന്റെ ജനത്തെ വിടുവിക്കുകയും ചെയ്യും. ലോകത്തിലെ യാതൊരു ശക്തിക്കും ദൈവത്തെ തടുത്തു നിർത്തുവാൻ കഴിയില്ല. ഇതൊക്കെയും കാണുന്നു. അപ്പൊ ദൈവത്തിന്റെ ന്യായവിധി കാണുന്നു, ദൈവത്തിന്റെ രക്ഷ കാണുന്നു, ദൈവം ആരെന്ന് കാണുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ്. പിന്നെ റഷ്യ ഇസ്രയേലിനോട് നശിപ്പിക്കുവാൻ തക്കവണ്ണം, കപ്പിക്കളയുവാൻ, വിഴുങ്ങിക്കളയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ശത്രു രാജ്യങ്ങളെ ന്യായം വിധിച്ച് അവരുടെ ശക്തി ഇല്ലാതാക്കേണ്ടതിന് ഈജിപ്തിന്റെ ശക്തി ഇല്ലാതാക്കിയതുപോലെ, അശൂരിന്റെ ശക്തി ഇല്ലാതാക്കിയതുപോലെ, ബാബേലിന്റെ ശക്തി ഇല്ലാതാക്കിയതുപോലെ തന്റെ ജനമായ ഇസ്രയേലിനെതിരെ വരുന്ന റഷ്യയുടെ ശക്തി, റഷ്യയുടെ ചേരിയിൽ വരുന്ന മറ്റ് രാജ്യങ്ങളുടെ ശക്തി ഇല്ലാതാക്കേണ്ടതിനു വേണ്ടിയും കൂടെയാണ് ഇങ്ങനെ യുദ്ധം ഉണ്ടാകുന്നത് എന്ന് കാണാൻ സാധിക്കും. 39 അധ്യായത്തിന്റെ ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. 6-ാം വാക്യം മാഗോഗിലും തീരപ്രദേശങ്ങളിലും നിർഭയമായി വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ തീ അയക്കും എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വരുന്നവർ മാത്രമല്ല, ഈ മഹാന്മാരുണ്ടല്ലോ യുദ്ധത്തിന് ഡിക്ലെയർ ചെയ്തിട്ട്, ഈ വില്ലന്മാര് ഇവരാണ് യുദ്ധത്തിന് ഡിക്ലെയർ ചെയ്തിട്ട് അവരുടെ കൊട്ടാരങ്ങളിൽ ഉല്ലസിച്ചുകൊണ്ട് നടക്കുകയാണ്. സാധുക്കളാ പോയി യുദ്ധം ചെയ്ത് വീഴുന്നത്. ഇവിടെ പറയുന്നത് യുദ്ധത്തിന് ആരൊക്കെ കാരണക്കാരായിരിക്കുന്നുവോ
അവർ മോസ്റ്റ് സേഫുള്ള പ്ലേസിൽ അവരുടെ കൊട്ടാരങ്ങളിലോ അവരുടെ മോസ്റ്റ് സേഫായുള്ള പ്ലേസിലോ താമസിച്ചാലും ദൈവം അവിടെ തീ അയച്ച് ദൈവത്തിന്റെ ന്യായവിധി അയക്കുമെന്നുള്ളതാണ്. ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ഈ ലോകത്തിലെ ശക്തികൾക്ക് അവരുടെ ശക്തി കൊണ്ട് സാധ്യമല്ല എന്ന് ദൈവം തെളിയിക്കുന്ന യുദ്ധമാണ് 38-39 യുദ്ധം. അതുകൂടാതെ ദൈവത്തെ നോക്കിയിരിക്കുന്ന ജനത്തെ വിടുവിക്കുന്ന ദൈവമാണ് യഹോവയായ ദൈവമെന്ന് തെളിയിക്കുന്നു. ഇത് കൂടാതെ ജനത്തിന്റെ അനർത്ഥം കണ്ട് തന്റെ കൺകളിലേക്ക് നോക്കിയിരിക്കുന്ന ജനത്തിന്റെ അനർത്ഥം കണ്ട് മാറിയിരിക്കുന്ന ദൈവമല്ല, അവരുടെ രക്ഷയ്ക്കായി ഇറങ്ങി വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ദൈവ പൈതലേ, ഇന്ന് രാത്രിയിൽ നാം ഒരു കാര്യം മനസ്സിലാക്കാം. നാം ഏതവസ്ഥയിലായിരുന്നാലും നമ്മെ വിടുവിക്കേണ്ടതിനെ, നമ്മെ രക്ഷിക്കേണ്ടതിനെ, നമ്മെ സഹായിക്കേണ്ടതിനെ നമ്മുടെ കർത്താവ് ഇറങ്ങി വരികയും വലിയ കഷ്ടത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നു. നാം ഒന്ന് ചെയ്യണം, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.